മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ മറുപടി പറയും മുമ്പ് ശ്രീ NN കൃഷ്ണദാസിനോട് ഒരു കാര്യം. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഷുക്കൂർ വധക്കേസിൽ CBI സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം കോടതി എടുത്ത് കൊട്ടയിലെറിഞ്ഞുവെന്ന്. കൊട്ടയിലെറിഞ്ഞതൊന്നുമല്ല, തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി അത് മടക്കിയത് ആ കുറ്റപത്രം പരിഗണിക്കാനുള്ള അധികാരമില്ലാത്തതുകൊണ്ടാണ്. അധികാരപരിധിയിലല്ലാത്തതുകൊണ്ടാണ്. ഇല്ലില്ല, അധികാരപരിധിയിലല്ലാത്തതുകൊണ്ടാണ് അത് CBI എറണാകുളം പ്രത്യേക കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് CBI കോടതിയിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ കൊട്ടയിൽ കളയല്ല, ഞങ്ങളുടെ അധികാരപരിധിയിൽ വരുന്നില്ല എന്നുള്ള വിനയമാണ് അവിടെ സെഷൻസ് കോടതി കാണിച്ചിരിക്കുന്നത്. ശ്രീ NN കൃഷ്ണദാസ്, താങ്കൾക്ക് അത് വ്യക്തമായി നിയമവിരുദ്ധമല്ല, ആ കോടതിയുടെ പരിധിയിലില്ല എന്നുള്ളതാണ്. ആ കോടതിയുടെ പരിധിയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്ക് തർക്കിക്കാം, ആവശ്യം പോലെ തർക്കിക്കാം. ശ്രീ സിദ്ദിഖ് മറുപടി പറയാം. കൃഷ്ണദാസിന് മറുപടി. നിയമപരമല്ലാത്ത ചെയ്താൽ കോടതി അംഗീകരിക്കും. നിയമപരമല്ല എന്നല്ല ശ്രീ കൃഷ്ണദാസ്, മറ്റൊരു കോടതിയിലേക്ക് ഈ കോടതിയുടെ മടക്കുന്നത് എന്താ നിങ്ങൾ ഈ പറയുന്നത്? അനുബന്ധ കുറ്റപത്രം പരിഗണിക്കാനുള്ള അധികാരപരിധിയില്ല സെഷൻസ് കോടതിക്ക്. അതാണ് നിയമപരമല്ല, അതാണ് നിയമപരമല്ല, നിയമപരമല്ല, അതുകൊണ്ടാണ് മടക്കിയത്. ഒന്ന് എൻ്റെ സമയം അപഹരിക്കണ്ട, ഞാനത് ഒന്ന് മടക്കുന്നതും തള്ളുന്നതും രണ്ടാണ്. ഇവിടെ തള്ളിയതല്ല, മടക്കിയതാണ്. കൺസേൺഡ് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി മടക്കി, അവിടെ കൊടുത്ത് അതിൻ്റെ വിചാരണ നടക്കും. ഷുക്കൂർ വധക്കേസിൽ ആ ചെറുപ്പക്കാരനെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത CPIM-ന്റെ നേതാക്കന്മാരായ ക്രിമിനൽ പശ്ചാത്തലമുള്ള എല്ലാ കൊലപാതകത്തിൻ്റെയും ആസൂത്രണ കേന്ദ്ര ബിന്ദുവായ P. ജയരാജൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകളെ അകത്താക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ട് കേരളീയ പൊതുസമൂഹത്തിൻ്റെ. എന്തുകൊണ്ടാണ്? വിചാരണ ചെയ്താണ് നിങ്ങൾ കൊലപ്പെടുത്തിയത് അരിയിൽ ഷുക്കൂറിനെ. അതുകൊണ്ടാണ് അതിന് നേതൃത്വം കൊടുത്തത് ജയരാജനാണ്. കൊടും ക്രിമിനലാണ് അദ്ദേഹം. അതിന് നേതൃത്വം കൊടുത്ത ജയരാജനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ CBI നടത്തുന്ന നീക്കത്തിന് എല്ലാ പിന്തുണയുണ്ട്. ആ പിന്തുണ കോൺഗ്രസ് ലീഗ് BJP ബന്ധം എന്ന് പറഞ്ഞ് ഉള്ളിലാക്കാൻ നോക്കണ്ട. അത് പറഞ്ഞ് കേരളത്തിൽ വിലപ്പോകില്ല. കാരണം വത്സൻ തില്ലങ്കരിക്ക് ശബരിമലയിൽ സ്ത്രീകളായ പോലീസുകാരുടെ പ്രായം പരിശോധിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അതിൻ്റെ അന്തർധാരയൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. ഒന്ന്, ഇവിടെ ശ്രീ ബാലഗോപാൽ കൃഷ്ണദാസ് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ കൂടെ ഞങ്ങൾ ഇരയുടെ കൂടെയാണെന്ന് പറഞ്ഞു. കൃഷ്ണദാസേ, ഒരു ഭാഗത്ത് ചെറുപ്പക്കാരായ ആളുകളെ കൊന്നു തള്ളിയതിന് ശേഷം ഒരു മര്യാദയും മാന്യതയും ഇല്ലാതെ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് പറയുക ഞങ്ങൾ ഇരകളുടെ കൂടെ. നിങ്ങളുടെ കൂടെയുള്ള ആവശ്യം ഞങ്ങൾക്കില്ല കൃഷ്ണദാസ്. കൊലയാളി പാർട്ടികളെ, ക്രിമിനലുകളുടെ കൂടെയുള്ള വർത്തമാനം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ സംരക്ഷണം വേണ്ട. നിങ്ങൾ കൊലക്കത്തിയുമായി നടക്കുന്ന പാർട്ടിയാ, ഭീകര സംഘടനയാ. നിങ്ങളറിയോ, കൃപേഷിന്റെ തല നെടുക പിളർത്തി 16 ഇഞ്ച് വീതിയിലാ. 16 ഇഞ്ച് വീതി, 16 സെന്റിമീറ്റർ നീളത്തിലാ, 13 സെന്റിമീറ്റർ ആഴത്തിലാ. ആ ചെറുപ്പക്കാരന്റെ തലച്ചോറ് പുറത്താ. നിങ്ങൾ അറിയണം, ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ 18 വെട്ട കാലിൽ വൈകുന്നേരം വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആ മോർച്ചറിയുടെ മുമ്പിൽ പോസ്റ്റ്മോർട്ടം കഴിയാൻ കാത്തുന്നവനാ ഞാൻ. എന്നോടൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഡോക്ടർ പറഞ്ഞത് വല്ലാതെ പ്രയാസപ്പെട്ടു, കാല് തുന്നിച്ചേർക്കാനെന്ന. കൃപേഷിന്റെ കാലിൽ 12 വെട്ട. നിങ്ങൾ അറിയണം, ശരത്ത് മിടുക്കനായ ചെറുപ്പക്കാരൻ 80 സാംസ്കാരിക പ്രവർത്തകന്മാരെ വാർത്തെടുക്കാനുള്ള വാദ്യകലാ കേന്ദ്രത്തിന്റെ ഉടമ, BTech എഞ്ചിനീയർ. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള 100 കണക്കിന് വേദികളിൽ തന്റെ വാദ്യകലാ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം. ആ നാട് മുഴുവൻ ഏറ്റെടുത്ത സാംസ്കാരിക പ്രവർത്തകർ. ഭയമായിരുന്നു നിങ്ങൾക്ക് അവരെ കൊല്ലാൻ നിങ്ങൾ തീരുമാനമെടുത്തു. പാർട്ടി സഹായിച്ചു. അവർ ഒളിവിൽ പ്ലാൻ ചെയ്തത് പാർട്ടി ഓഫീസിൽ, ചെയ്തത് മുഴുവൻ പാർട്ടി ഓഫീസിൽ, എല്ലാ കാര്യവും പ്രതികൾ ഒളിപ്പിച്ചത് പാർട്ടി ഓഫീസിൽ, പോയത് പാർട്ടി പ്രവർത്തകരുടെ വാഹനത്തിൽ, വീടൊഴിഞ്ഞു പോയത്, നേരത്തെ വീടൊഴിഞ്ഞു പോയത് പാർട്ടി പ്രവർത്തകർ, എല്ലാം ചെയ്തത് പാർട്ടി. എന്നിട്ട് ഇപ്പോ നിങ്ങൾ പറയാണ് പാർട്ടിയുമായി ബന്ധമില്ല, പാർട്ടി തള്ളിപ്പറയുന്നു. പാർട്ടി തള്ളിപ്പറയും, നാളെ നിങ്ങൾ സഹായിക്കും. ശ്രീ കൃഷ്ണദാസിന് ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മപ്പെടുത്തുക. TP വധക്കേസിലെ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കോഴിക്കോട് സെൻട്രൽ ജയിൽ, വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയപ്പോ അന്ന് രാത്രി MLA മാർ P. ജയരാജൻ,
അബ്ദുൽ ഖാദർ MLA ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പോയി. രാത്രി സന്ദർശിച്ചിട്ട് എന്താ പറയുന്നേ? പ്രതികളുടെ കൂടെ കോടി സുനിയെയും കിർമാണി മനോജിനെയും രാഷ്ട്രീയ പ്രസംഗമല്ല ശ്രീ NN കൃഷ്ണദാസ്. പ്രതികളെ സഹായിക്കില്ല എന്ന് പറയുമ്പോൾ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. കൊടിസുനിക്ക് പ്രത്യേക മുറി കൊടുത്തു. കൊടിസുനിക്ക് ജയിലിനകത്ത് സംവിധാനം ഒരുക്കി. ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ കൃഷ്ണദാസ്. ഇപ്പോൾ തെളിവുകൾ UDF-നെതിരാണെങ്കിൽ അതും പറയും, തെളിവുകൾ LDF-നെതിരാണെങ്കിൽ അതും പറയും. ശ്രീ കൃഷ്ണദാസ് തിരിച്ചെത്താൻ മടങ്ങിയെത്താം. ശ്രീ കാരശ്ശേരി, ഇനി 3 മിനിറ്റ് മാത്രം. ഇപ്പോൾ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഷുഹൈബിന്റെയും ശരത്തിന്റെയും പരിക്കുകൾ സമാനമാണ്. ഷുഹൈബ് കൊലക്കേസിലെ പ്രതികൾക്ക് ഈ കേസിലും പങ്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ തലയുടെ മുകളിൽ നിന്ന് ചെവി വരെ ഉള്ള വെട്ടാണ്, പരന്ന ആകൃതിയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുള്ള വെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തുരുമ്പെടുത്ത പിടിയില്ലാത്തൊരു വാളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലടക്കം മുറിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ് ശരത്തിന്റെയും കൃപേഷിന്റെയും. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച വാളുകൊണ്ടല്ല ആക്രമണം നടന്നിരിക്കുന്നത്. യഥാർത്ഥ കൊലയാളികൾ കണ്ണൂരിൽ നിന്ന് വാഹനത്തിൽ വന്നവരാണ്. അവർ ട്രെയിൻ കില്ലേഴ്സാണ്. അവരെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് പ്രവർത്തകർ കീഴടങ്ങും. അങ്ങനെ ഇത് തുടർക്കഥയാകും. ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന പ്രവർത്തകർക്ക് കൊലയിൽ പങ്കില്ല എന്ന് കോടതിയിൽ സുഖമായി തെളിയിക്കാനാകും. അവർ പുറത്തിറങ്ങും. അപ്പോൾ ഇതൊരു തുടർക്കഥയാവുകയാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന്. സ്മൃതി, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലാണ് ഡമ്മി പ്രതികളല്ലാതെ യഥാർത്ഥ പ്രതികൾ വന്നത് എന്ന് അന്ന് വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡമ്മി പ്രതികളെ ഹാജരാക്കുക എന്നുള്ളത്, കൊട്ടേഷൻ സംഘത്തെ കൊണ്ടു നടക്കുക എന്നുള്ളതൊക്കെ ഇവിടുത്തെ പാർട്ടികൾ പൊതുവിൽ പലർക്കും ഉണ്ട്. തീർച്ചയായിട്ടും CPM-ന് അങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വരമ്പത്ത് കൂലി എന്നുള്ള നയപ്രഖ്യാപനം ഉണ്ടല്ലോ, പിണറായി ഗവൺമെൻറ് അധികാരമേറ്റ ഉടനെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയ ഒരു നയപ്രഖ്യാപനമാണത്, വരമ്പത്ത് കൂലി എന്നുള്ളത്. അതിൽ നിന്ന് ഒട്ടും CPM മാറിയിട്ടില്ല. അവർക്ക് മാറാൻ ഒരു പരിപാടിയുമില്ല. അവരിത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നാട്ടുകാർക്ക് മനസ്സിലാവുന്നത്. ശരി ശ്രീ കൃഷ്ണദാസ്, 1 മിനിറ്റ് താങ്കൾക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും ഞാൻ ഒറ്റ കാര്യം ക്ഷമാപണത്തോടു കൂടി പറയുകയാണ്. സ്മൃതി എൻ്റെ സ്നേഹിതൻ സിദ്ദിഖിനോട് ചോദിച്ചു CBI സംബന്ധിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതിന് അദ്ദേഹം മറുപടി പറയാതെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത്. രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു, ആധ്യാത്മിക പ്രസംഗമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. കോൺഗ്രസ് ആണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളും കൊലയാളി പാർട്ടിയും. 187 മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കൊന്നവരാവർ. അഴീക്കോടൻ രാഘവനെ കൊന്നു ചോര കുടിച്ചവർ, MLA ആയിരുന്ന കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നവർ, സ്വന്തം പാർട്ടിയിലെ 3 പ്രതികളെ കൊന്നവർ, മൂന്ന് പ്രവർത്തകരെ കൊന്നവർ, സ്വന്തം പാർട്ടി ഓഫീസിൽ തൂപ്പുകാരിയായിരുന്ന രാധയെ കൊന്ന് ചാക്കി കെട്ടി വെള്ളത്തിൽ താഴ്ത്തിയവർ, 187 പേരെ കൊന്നവർ, നൈന സാഹിനിയെ കൊന്നവർ, 3000 സിഖുകാരെ കൊന്നവർ. ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകര പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. 187 ഞങ്ങളുടെ പാർട്ടിയുടെ അഴീക്കോടൻ രാഘവനെ പോലുള്ളൊരു നേതാവ് ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഗൂഢാലോചനയിലാണ് അഴീക്കോടൻ രാഘവനെ കൊന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറേണ്ട നേതാവായിരുന്നു അഴീക്കോടൻ രാഘവൻ. എന്തിനായിരുന്നു അഴീക്കോടൻ രാഘവനെ അവർ കൊന്നത്? മൊയ്യാർത്ത് ശങ്കരൻ, കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമേതിയ ആളാ മൊയ്യാർത്ത് ശങ്കരൻ. പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടി വന്ന CPM ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇന്നലെ മുഖ്യമന്ത്രി, ഇന്നിപ്പോൾ മറ്റു നേതാക്കൾ. വളരെ നന്ദി ശ്രീ NN കൃഷ്ണ, ശ്രീ സിദ്ദിഖ്, ശ്രീ കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.